പായുമ്പ ഉണ്ടാക്കി കൊണ്ട ദോശയാണ് കേട്ടോ. കുട്ടി ദോശ. അതിൽ നെയ്യ് ഇട്ടിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. വലിയ ഷോ കാണിച്ചിരുന്നത് കേട്ടോ. ഞങ്ങൾ നേരത്തെ ചായ കുടിക്കാൻ പോയപ്പോൾ വരാണ്ട് ഞാൻ പുറത്തായിട്ടിരിക്കണേ. എനിക്ക് തണ്ടലവേദന എടുത്തിട്ട് വയ്യ, പിന്നെ തലവേദന. അയ്യോ എനിക്ക് വയ്യ, ഇനി ചായ കുടിക്കാൻ പറ്റില്ല. അപ്പോൾ വരാണ്ട് ദേഷ്യം പിടിച്ചിട്ടിരുന്നിട്ട് ഞാൻ വീണ്ടും വിളിക്കുമെന്ന് വിചാരിച്ച മുപ്പറല്ലോ, പക്ഷെ വിളിച്ചില്ല. അപ്പോൾ പായ് ചമ്മിപ്പോയി. അപ്പോഴും കുട്ടിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പാഴ്സൽ വാങ്ങുന്നു. അതെ, പാഴ്സലും വാങ്ങിയില്ല. അമ്മയും ചേച്ചും കഴിച്ചിട്ട് പോരുകയും ചെയ്തു. അതെ അതെ. കുട്ടി പാവം. വീഡിയോയ്ക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള തുടക്കവും കാര്യങ്ങളൊന്നും കാണാത്തത് അതിനുവേണ്ടി മെനക്കെട്ടെടുക്കുന്ന വീഡിയോ അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അവിടെ നിന്നോടൊന്നും പറക്കിയെടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ ഡെയിലി വ്ളോഗ് വേറെ തുടങ്ങണം കേട്ടോ. ഇനി എന്തായാലും ഓണം സീരീസ് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അതായത് അത്തം തൊട്ടിട്ടുള്ള വീഡിയോസ് എന്തായാലും വരും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഡ്രാഫ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ മൊബൈലിൽ സ്പേസ് എന്ന് പറയുന്ന സംഭവം ഞാൻ ക്യാമറയിലല്ല കേട്ടോ വീഡിയോസ് എടുക്കുന്നത്. ഒരുവിധം നമ്മളെ സ്ഥിരം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എടുക്കുന്നത് മൊബൈലിലാണ്. അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ആ ഒരു എന്താ പറയുക സ്പേസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ എല്ലാം ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം നമ്മുടെ അത്തം സീരീസ് അത്തം സീരീസ് അല്ല കേട്ടോ, ഓണം സീരീസ് നമ്മൾ തുടങ്ങും കേട്ടോ. ഇത് വെറുതെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതാ കേട്ടോ. കാരണം പയ്യനൊന്ന് ടീച്ചറാവാനുള്ള ഒരു അവസരം നമ്മുടെ ടീച്ചേഴ്സ് ഡേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് സ്റ്റേജിൽ കയറാനൊന്നും പറ്റിയില്ല. കാരണം ചേച്ചിമാരാണ് അത് ഹാൻഡിൽ ചെയ്തത്. പിന്നെ ആളെ അവസരം നിഷേധിക്കപ്പെട്ടു കേട്ടോ. ഈ കയ്യില് മോതിരം അവർക്ക് അയ്യേ ഞങ്ങളുടെ കുഞ്ഞ് വാട്ടർ മെലോൺ തള്ളനട്ടാ. ഇത് പറമ്പിൽ നിന്ന് കിട്ടിയതുണ്ട്. എന്തൊരു സാധനം പോലും അറിയില്ല കേട്ടോ ഞങ്ങക്ക്. എന്റെ ചുവപ്പ് കളർ എനിക്ക് തോന്നുന്നു ചുണ്ടങ്ങിയാന്ന് തോന്നുന്നുണ്ട്. ചുവപ്പ് കളർ പഴുത്തതാണ് അത്. എന്തുട്ടാണ് അവസാനം പൊട്ടിച്ചു നോക്കി അതൊന്ന്. ഇതാ വേണ്ടത് ചുണ്ടങ്ങിയാന്ന് തോന്നുന്നുണ്ട്. നല്ല കോവക്കയുടെ സ്മെല്ലേ. ഇത് കോവക്കാണാ? ഇതെങ്ങനെയാ വട്ടത്തില് കോവക്ക വരണേ? നോക്കട്ടെ. അയ്യോ എന്തൊരു സ്മെല്ലാ കോവക്കയുടെ. അതെങ്ങനെയാ കോവക്ക ഉണ്ടാക്കാവക്കൊന്നുമില്ല പാടുന്നു. ഇത് കോവക്കയാണെന്ന് അറിയുന്നവർ ഗൈസ് കമന്റ് ബിലോ. അപ്പോൾ പിള്ളേരായിട്ടുള്ള മൽപ്പിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും പയ്യും കൂടിയിട്ട് നമ്മുടെ ചെടിക്കടയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് കുറച്ച് കാന്താരി മുളകിൻ്റെ തൈ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞാനൊരു 10 കാന്താരി മുളകിൻ്റെ തൈയും പിന്നെ ഒരു 2 ഉണ്ടമുളകിൻ്റെ തൈയും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ നമുക്ക് പൂച്ചേനെ കാണിച്ചു തരണം. എന്നിട്ട് പറഞ്ഞ ആളെന്നോട് പറഞ്ഞേ പൂച്ചേനെ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. പൂച്ച പ്രസവിച്ചെടുക്കുന്നുണ്ട് വേറൊരു ട്രിപ്പ്. പിന്നെ ഒരെണ്ണം പ്രസവിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട, ശരിയാവില്ല. കാരണം ഒന്നാമത് എനിക്കും ശ്വാസമുട്ടാണ്, പായനും ശ്വാസമുട്ടാണ്. ഒന്നാമത് വീട്ടിലുള്ള രോമൊക്കെ നമ്മുടെ വയറ്റിലേക്കൊക്കെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ അലർജി ഉള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അതെന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. മൃഗങ്ങളുടെ അടുത്തേക്കൊന്നും പായിനൊന്നും അധികം അടുപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മളിവിടെ ഗിനിപ്പന്നീനൊക്കെ വളർത്തിയിരുന്നത്. എന്നാലും പായു വല്ലാണ്ട് അവരുടെ അടുത്തേക്കൊന്നും പോയോടുന്നില്ല കേട്ടോ. ഞാൻ ചീത്ത പറയും. പാമ്പുട്ടീനെയാണ് ഗിനിപ്പന്നീനൊക്കെ ഹാൻഡിൽ ചെയ്ത് തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമായത്
റെഡി. ഡയറി തിന്നിട്ടിരുന്ന് വെട്ടിയടിക്കണ പറയാനാണ്. ഈ പുല്ലിടണ്ട കേട്ടോ, അവസാനം പുല്ലാവും മുളയ്ക്കുക. കിടന്നത് കിടന്നോട്ടെ, ഇനി ഇതെന്താണോ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. ചട്ടി മാറ്റിട്ട് അട്ടോട്ടെ. ഞാൻ പറഞ്ഞതാട്ടാ പയ്യനോട് നമുക്ക് നാളെ കാലത്ത് കുഴിച്ചിടുക, അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്നിട്ട് കുഴിച്ചിടാന്ന്. പക്ഷെ അവൾക്ക് രാത്രി കുഴിച്ചിട്ട് തന്നെ പറ്റുള്ളൂ. പിറ്റേ ദിവസത്തേക്ക് അത് വാടിപ്പോത്രേ. അതൊന്നും അല്ല, അത്രയും നേരം പഠിക്കണ്ടല്ലോ. അപ്പം ഈ ഒരു കൃഷിമ നിൽക്കുമല്ലോ, അതാണ് കേട്ടോ കാര്യം. മടി പിടിച്ചിട്ടാണ്. അപ്പം അമ്മൂട്ടിയും എല്ലാവരും കൂടിയിട്ടാണ് ഞങ്ങൾ ചെടി കുഴിച്ചിടൽ മത്സരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു സാധനം ഉണ്ടായില്ല കേട്ടോ. ഇനി മേലിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെടിയോ വിത്തോ ഒരു സാധനം വാങ്ങിക്കില്ല. നമ്മുടെ ചെണ്ടുമല്ലിയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റന്നാളാണ് കേട്ടോ അത്തം. നാളെ അത്തം വരുന്നുണ്ട്. പക്ഷേ 2 അത്തം ഉണ്ടല്ലോ ഇപ്രാവശ്യം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. കുട്ടി വന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയത് മറ്റന്നാളാണ് ശരിക്കുള്ള അത്തം വരുന്നതെന്ന്. അല്ലെങ്കിൽ ഞാൻ നാളെ പോയിട്ട് പൂക്കളൊക്കെ ഇട്ടേനെ കേട്ടോ. പായമ്പിയാണ് നമ്മുടെ ക്യാമറമാൻ. ആൾ എന്തോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്യരുത്, ഞാനത് നോക്കുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ തന്നെ കേട്ടിട്ടുണ്ട്. ആൾ എന്താ ഉദ്ദേശിച്ചത്, ആൾ എന്താ ചൂണ്ടിക്കാണിച്ചതെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൽ വോയിസ് ഇല്ല താനും. ഓണാവണേക്കാട്ടും മുന്നുള്ള നമ്മുടെ പറമ്പ് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മാത്രമല്ല കേട്ടോ, അപ്പുറത്തെ ചേട്ടൻ്റെ വീട്ടിലത്തെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യിക്കുമ്പോൾ 2 വീടും ഒരേപോലെ ചെയ്യൂട്ടോ. അതായത് നമ്മുടെ അവിടുത്തെ നമ്മൾ തന്നെ ചെയ്യുക, അവരുടെ അവിടുത്തെ അവർ തന്നെ ചെയ്യുക. അതങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു വീട് ചെയ്തിട്ട് ഒരു വീട് ചെയ്യാണ്ടിരിക്കില്ല, അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാന്താരി മുളകിൻ്റെ തൈ. ഇതുണ്ട് മുളകിൻ്റെ തൈ കേട്ടോ, ഈ 2 ആയിട്ടുള്ളത് 5 രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിന് വരുന്നത്. നമ്മൾക്ക് മണ്ണുത്തിന്ന് ഞാൻ അതുപോലെ പറഞ്ഞില്ലേ, ചെണ്ടുമല്ലിയുടെ വാങ്ങിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മണ്ണുത്തിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഭയങ്കര റേറ്റ് കുറവിന് കിട്ടും. പക്ഷേ നമ്മുടെ ഇവിടേക്കൊക്കെ വരുമ്പോൾ അത് 5 രൂപ 6 രൂപ ഒരു ലെവലിലേക്കൊക്കെ എത്തും. ഇത്രയും ദൂരം ഉണ്ടല്ലോ. പിന്നെ അപ്പൊ നമ്മുടെ ചെടിയെല്ലാം കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മിനിറ്റ് 2 ചെടി പറിച്ചെടുത്തു. അമ്മയല്ല പറിച്ചെടുത്തേ? അതെ അമ്മ തന്നെയാണ് പറിച്ചെടുത്തത്. എന്താ സമാധാനമായിരുന്നു? അതിലിരുന്ന നമ്മളിവിടെ 3 സീതപ്പഴം കേട്ടോ. 2 പോലും പഴുത്തിട്ടില്ലേ. ഇത് പഴുത്തമ്മ. 2 ഇവിടെ ഉണ്ട്. ഇത് വലുത്. പൂച്ച കാറിനോട്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്. ഒരു ഫോട്ടോ എടുക്കട്ടേടാ. അയ്യ അമ്മ അങ്ങനെ ഇച്ചിരി നേരം നോക്കിയേ. ഇച്ചിരി മതിയാക്കി പിടിക്കണം പിടിച്ചോട്ടാ. അയ്യോ വേണ്ട ഓഫേ. അപ്പോൾ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞതാ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സ് ഡേ ആണ് വരുന്നത്. നാളെയാണ് കേട്ടോ ടീച്ചേഴ്സ് ഡേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീറ്റിംഗ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്രാവശ്യം. അപ്പോൾ നമ്മളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. 4 എണ്ണമാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. പിന്നെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പരിപാടികളുണ്ട്. അമ്മൂട്ടിയുടെ സ്കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. എനിക്കറിയില്ല അമ്മൂന് സ്റ്റേജിൽ കയറുമ്പോൾ എന്താക്കും എന്നുള്ള കാര്യം. അമ്മൂൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ.
പക്ഷേ ആൾക്ക് ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിതിൻ്റെ സ്റ്റോറി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അമല് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും ഇതില്ലല്ലോ എന്ന്. ശരിയാണ് കേട്ടോ, നമ്മൾ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ഡേ എന്നാന്ന് പോലും സത്യത്തിൽ അറിയില്ലായിരുന്നു. അതാണ് സത്യം പറഞ്ഞ അവസ്ഥ അതായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്കൂളിലാണെങ്കിലും ഇത് ഗംഭീരമായിട്ടൊക്കെ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം കുട്ടികൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിവ് വരല്ലേ. അതെ, സ്ഥിരം കണ്ടന്റ് ആണ് അല്ലേ. പൊത്തിക്കോ ഇങ്ങോട്ട്. ഇതൊക്കെ ഞങ്ങളുടെ ഫാൻസാണ്. എന്താണ് കുട്ടി ഫാൻസാണ്. പേര് പറഞ്ഞേ. എന്റെ പേര് ശ്രീലക്ഷ്മി. നീ എന്താ പ്രസംഗിക്കാൻ അതെ അതെ. കുഞ്ഞിന്റെ പേര് പറഞ്ഞേ. പേര് പറഞ്ഞേ. പറയൂല. ശ്രീബാലാന്റെ പേര്. ഹായ് പറഞ്ഞേ. ആന്റി വീഡിയോയിലിടാ. അങ്ങനെ ടിവിയിൽ വരും വേണം കേട്ടോ. ഹായ്. അച്ഛനോട് ഹായ് പറഞ്ഞേ. അപ്പ ഹായ് പറ. ഇയാളെ പേരെന്താ? ഞാൻ ചോദിക്കാൻ മറന്നാണ്. ജിഷ ചോദിച്ചിട്ടുണ്ടായിരുന്നോണ്ടല്ലേ? ഉണ്ടാ ഇല്ല. എന്തോ ആയിക്കോട്ടെ. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ ബൈ. ഇന്ന് ബായുൻ്റെ സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ബായുൻ്റെയാണ്. നാളെയാണ് ഇനി അമ്മൂട്ടിയുടെ വരണത്. ഞാനിത് കുറേ ദിവസത്തെയാണ് കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് തരണത്. മറ്റേത് നമ്മൾ ചെടി കുഴിച്ചിരുന്നത് ഒരു ദിവസമായിരുന്നു, ഇത് പിറ്റേ ദിവസം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നാളെ അത്താണ്. അപ്പോൾ അത്തത്തിന് വേണ്ടിയിട്ട് ഇതാ ചാണകം സുഷമേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വരുന്ന വഴിയാണ് കിച്ചാമണിയും കുഞ്ഞാറ്റയും. നമ്മുടെ വീട്ടിലുള്ളവരും ഇതാ പോയി വാങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. തക്കടൂന് വാങ്ങിച്ച് വെക്കാൻ വേണ്ടി അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവൻ വന്നിട്ടില്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ടത്. ഇനിയിപ്പോൾ നാളെ ഞാൻ നാളെ പോവാണ് തക്കടു. അപ്പോൾ അവിടെ പോകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കണം, അല്ലെങ്കിൽ മുപ്പരാൾ വരെയായിരിക്കും. എന്തിനത്? സംഭാരത്തിലേ ഇതിന്റെ പറഞ്ഞേക്ക. ഓക്കെ പറ. എന്നാ ചേട്ടൻ ചത്തുണ്ടാവും ഇതില്ലേ. ഒരെണ്ണം ഇവിടെ പറയണേക്ക. ഇത് മുറിച്ചിട്ട് കൈമ തൊട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എരു പോവില്ല. ഭയങ്കര എരുവായിരിക്കും. രണ്ടാമത്തെ കാര്യം ഇതിന്റെ ഇത്രയും ഭാഗം മാത്രം എടുക്കാൻ പാടുള്ളൂ. അമ്മ ചെത്ത് നന്നതല്ലേ നല്ലത്? അമ്മ ചെത്തുന്നതായിരിക്കില്ലേ നല്ലത്? കേട്ട് മൊബൈലിൽ പിടിച്ചോ. സംഭാരം എങ്ങനെ ഉണ്ടാക്കുന്ന അമ്മ പറഞ്ഞു. എനിക്കറിയാട്ടാ. ഇതിലേക്ക് തൈര് ഒഴിച്ചാൽ മതി കേട്ടാ. ഓക്കെ, ഈ മിളക് എടുക്കരുത് കൈകൊണ്ട്. ഈ മിളക് ഇതേപോലെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കാം. കൂടി കഴിഞ്ഞിട്ടാണ് എടുക്കണത്. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അയ്യോ എന്തൊരു ആവേശത്തിലെ പിടിക്കണം. അത്ര വലിയ എരിയൊന്നുമില്ല കേട്ടാ, മണം മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടോ പായം? അധികം എരിവില്ല കേട്ടോ അതിന്. ചിലപ്പോൾ ഒരു മോര് ഒഴിച്ചത് കൂടിയതായിരിക്കും, അതുകൊണ്ടായിരിക്കും എരിവ് അധികം ഫീൽ ചെയ്യാത്തത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ നമ്മുടെ ഈ ഒരു നെയ്മുളകൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുമ്പോഴുള്ളൊരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ, നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളകിനെക്കാട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ മുളകിൻ്റെ ആണോ അത് അവൾ ഉണ്ടാക്കിയതിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും ഇപ്രാവശ്യം ഉണ്ടാക്കിയ സംഭാരം അടിപൊളിയായിരുന്നു. നന്ദുമോള് സാധനം നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നന്ദു മുകളിലേക്ക് നോക്കി ആകാശം എന്തൊരു ഭംഗിയ കാണാന്. പൊളി. അപ്പൊ നന്ദുന്റെ ചെറുപ്പത്തിലെ ഫോട്ടോസ് ആണ് ഈ കാണുന്നത് ഗായ്സ്. ഇത് നന്ദുമോള് ഉണ്ട പക്രു ആയിരിക്കുമ്പോഴത്തെ ഫോട്ടോ ആണ് കേട്ടോ. നന്ദുവിന്റെ പേരുവിളിയുടെ ഫോട്ടോ ആണ്. ഇതും തമ്മിൽ വലിയ മാച്ച് ഉണ്ടോ നോക്കട്ടെ. ഒരു മാച്ചില്ല അല്ലേ. അന്തുവിന് ഒരു ചായ ഇല്ലാണ്ട് അതിൽ ചുണ്ട് മാത്രം ഉണ്ടാ, കറുത്ത ചുണ്ട്. പൊടി എന്റെ പേരത് നമ്മുടെ പോലെ തന്നെയാണ്. ഇതെന്റെ ഡാഡ്. എവിടെ എന്റെ അച്ഛൻ? ഇതാണ് ചേച്ചി. ആ ചേച്ചൻ മരിച്ചു, സഹദേവ ചാച്ചൻ.
നന്ദു മോളെ പേര് വിളിക്കുമ്പോ തുണിയില്ലാണ്ട് കിടക്കുന്ന നന്ദു പൊത്തിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ നന്ദു. ഇവിടെ ഇത് അച്ഛമ്മ കേട്ടോ, അച്ഛമ്മ പേര് വിളിക്കുന്നതാണ് ഗൈസ്. നന്ദു എന്താ എന്നെ വിളിക്കഴിഞ്ഞത്? വായി എന്നെ വിളിച്ചില്ല. ദുഷ്ടത്തി. മൈ ഡാഡ് എന്റെ കല്യാണം കഴിഞ്ഞിട്ടാ അച്ചാച്ചൻ മാത്രമേ വന്നിട്ടുള്ളൂ. അച്ചാച്ചനെയാ? ഞങ്ങൾ ലവ് മാരേജ് അല്ലേ? എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അപ്പൊ ഇവിടെയും പൊത്തണം. എന്താ നന്ദു തുണിയിലാണ്ട് നടക്കണത് മൊത്തത്തില്? അത് ഒരു വൃത്തിയില്ലാത്ത പെൺകുട്ടി. നോക്കി നല്ല ഫ്ലാഷ് ഓഫ് ചെയ്യട്ടെ. നല്ല ഫോട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ നന്ദുനാണ് ഉണ്ടച്ചി. അത് നല്ല ഭംഗിയുണ്ട്. മുടിയൊന്നുമില്ല, പെട്ടത്തലച്ചി. ഇതൊക്കെ ഭംഗിയുണ്ട്. ഇത് പായി പടിഞ്ഞാറേലത്തെ അമ്മ. ഇന്ന് രമ്യ ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക്. ഏത് രമ്യ ടീച്ചർ? മ്യൂസിക് ടീച്ചർ. ഉണ്ടച്ചി. അത് നന്ദു ചേച്ചിയുടെ മുത്തിയമ്മ. എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ. അത് ബിന്ദു മാമ. ബിന്ദു മാമ. ഇത് മതി. 500 രൂപയ്ക്ക് ലൈറ്ററാ? ഹായ് ഞാൻ എന്താ എന്തൊരു ഭംഗിയാണ്. അല്ല, വെല്ലിമടി വെല്ലിച്ചന്റെ കല്യാണം കഴിഞ്ഞ് ഒരു 10 ദിവസം 15 ദിവസം കഴിഞ്ഞപ്പോ ഇത് കണ്ടിട്ടാ. 10 ദിവസം 15 ദിവസം കഴിഞ്ഞപ്പോ അമ്മയുടെ ഇത് എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഇത് നിന്റെ തന്ത. ഇപ്പൊ താടി കൂടി കൊണ്ടാണ്. ഇതൊരു സാധനം. ഇത് ഇച്ചിയാണ്. ഈ കുട്ടികളാ കുട്ടി. ഈ വല്ല ചായ ഉണ്ടോ നോക്കിയേ? അതിലെന്തൊരു കളറാ നോക്കിയേ. നോക്കി ഇതിലുണ്ട് മീശ ചേച്ചിക്ക്. ഇതില് ചേച്ചിക്ക് മീശ ഉണ്ട്. ചേച്ചിയുടെ ചൂണ്ടുമ്പോ അതറിയണ്ട. എവിടെയെങ്കിലൊക്കെ ഇരിക്കും. പിള്ളേരെയും കൊണ്ടിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ള പരാതി ഒന്ന് തീർത്തു കൊടുത്തതാണ് കേട്ടാ. കുട്ടപ്പന്ത് പറയായിരുന്നു ഇതാ വണ്ടി എടുത്തിട്ട് ഇതുവരെ നമ്മൾ 6 ആളായിട്ട് പുറത്ത് പോയിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ പോയിട്ടില്ല. സാധാരണ നമ്മൾ വെഡിങ് ആനിവേഴ്സറിക്കും വീട്ടിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടെ ഈറ്റുമോറിൽ പോയിട്ട് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വെഡിങ് ആനിവേഴ്സറിക്കും പുറത്ത് കൊണ്ടുപോയിട്ടില്ല, കാർ എടുത്തിട്ടും പുറത്ത് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ആ ഒരു സങ്കടം ഒന്ന് തീർത്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിള്ളേരെയും കൊണ്ട് 15 ദിവസം ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയോ? ഇത് നമ്മൾ ഒരു തുണീന് കേട്ടോ. അത് തുണി മൈക്രോ ഫൈബർ എന്നങ്ങനെ പറഞ്ഞിട്ടൊരു തുണിയില്ലേ, നമ്മൾ അടുക്കളയിലും കാറൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള, കാറ് സ്കൂട്ടറൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുണീന് കേട്ടോ. ഞാൻ അതിൻ്റെ റേറ്റൊക്കെ ഞാൻ സൈഡിൽ കാണിക്കാം, കാരണം എനിക്ക് ഓർമ്മയില്ല. സ്ഥിരം പല്ലവിയാണ് അല്ലേ, അപ്പോൾ അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കഴുകിയിട്ട് നമുക്ക് വീണ്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അധികം റേറ്റും കാര്യമൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് റേറ്റിനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു റോളാണ് കേട്ടോ ഇത്. നിങ്ങൾ വിചാരിക്കേണ്ടാവും എൻ്റെ പിറന്നാളിന് കിട്ടിയ സമ്മാനങ്ങൾ ഇത്രയും ലോക്കലാണെന്ന്. സമ്മാനം അറിഞ്ഞതല്ല, ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതാട്ടാ. ഇത് ഈ വിളയി പോലത്തെ ഒരു സംഭവമാണ്, പക്ഷെ ഈ വിളയി അല്ല കേട്ടോ ഇത്. ഇത് ഈ വിളയാണത്. ഇത് ഞാനേ നമ്മുടെ സാമി റൂമിന്റെ ഫ്രണ്ടിലത്തെ ആ ഒരു സംഭവം എടുക്കേണ്ടതാണത്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാകെ കേടായി. അപ്പൊ അത് മാറ്റിയിട്ട് ഇത് ഇടാമെന്ന് വിചാരിച്ചിട്ട്. കാണണ്ട രണ്ടെണ്ണം വാങ്ങിച്ചിട്ടാ, 2 ഭാഗത്തും ഇടാൻ വേണ്ടിട്ട്. അടുത്തത് ഇങ്ങനത്തെ ഒരു സെറ്റ് ഇട്ടാ. ഇത് നമുക്ക് ലൈറ്റ് കത്തിക്കുന്നല്ല, നമുക്ക് ബ്രഷ് ഒക്കെ ഇതില് ഇട്ടിട്ട് നല്ല ഭംഗിയില് സെറ്റ് ചെയ്യാൻ പറ്റൂട്ടാ. ഞാൻ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ബ്രഷ് ഒക്കെ ഇട്ടേക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാട്ടാ. നമുക്ക് അടുക്കളയ്ക്കാണെങ്കിലും കത്തിയൊക്കെ അതിൽ ഇട്ടേക്ക് അതിൻ്റെ ഉള്ളില് സ്പൂണാ കത്തിയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടേക്കാട്ടാ. അപ്പൊ അതിന് വേണ്ടി വാങ്ങിച്ചതാണ്. കണ്ട നല്ല ഭംഗിയല്ലേ, നല്ല ക്യൂട്ടല്ലേ. ഇതിന്റെ ഹുക്സ് ഉണ്ട് കേട്ടോ ഇവിടെ, കണ്ടില്ലേ? ഇത് വെച്ചിട്ട് പശീനിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഇത് ഒട്ടിച്ച് വെക്കാം. നമുക്ക് സ്ക്രൂ വെച്ചിട്ട് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ബാക്കിൽ ഒട്ടിക്കാം, നേരെ ചുമരുമ വെക്കാട്ടാ. ഇതേ ഉള്ളൂ.
ഇത് നമുക്ക് സോപ്പൊക്കെ ഞാൻ ഇപ്പൊ സോപ്പ് നമ്മുടെ സിങ്കുമ്മ അതെടുത്തേ സിങ്കുമ്മലല്ലേ വെക്കണത്. അപ്പൊ ഞാൻ അത് പൈപ്പുമ്മ ഫിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. എനിക്ക് പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ശബ്ദം ഉണ്ടാക്കല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ. നമുക്ക് പള്ളിയിൽ നിന്നുള്ള വാങ്കുവിളിയും വരുന്നുണ്ട്. ഇവരുടെ അലമ്പും കാര്യങ്ങളൊക്കെ കൂടിയാകുമ്പോ ഒന്നും കേൾക്കുണ്ടാവില്ല. അപ്പോൾ ഇതങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്ത് നോക്കി നോക്കാം. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും സംഭവം നല്ല സംഭവമാണ്. നമ്മുടെ പൈപ്പുമ്മലേക്ക് ഇത് സ്യൂട്ട് ആവുമെന്നുള്ള കാര്യം മാത്രമാണ് ഒരു ഡൗട്ട് ആയിട്ടുള്ളത് കേട്ടോ. ഇത് പിന്നെ നമ്മുടെ മാജിക് സ്പോഞ്ച്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അതിന്റെ ഷോർട്സ് ഇട്ടിട്ട്. അതിനെനിക്ക് നല്ല അടി കിട്ടും, നോക്കിക്കോ. കുറെ നേരം രണ്ടാളോട് ഞാൻ പറയണു. അപ്പോൾ ഇത് വാങ്ങിക്കാത്തവരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് വാങ്ങിച്ചോട്ടാ. നമ്മുടെ ചുമരുമ പിള്ളേരൊക്കെ അല്ലെങ്കിൽ നമ്മളാണെങ്കിലും കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഴുക്കൊക്കെ ആവുമല്ലോ, അത് മാറ്റാനായിട്ട് ഭയങ്കര നല്ലൊരു കാര്യം കേട്ടോ. എത്ര 140 രൂപ അങ്ങനെയാണ്. 3 എണ്ണം ഉണ്ട് കേട്ടോ. അതുപോലത്തെ 3 എണ്ണം ഉണ്ട്. അകത്ത് എവിടെയും ഇരിക്കേണ്ട കാണാനില്ല. ഇപ്പോൾ നോക്കിയെടുക്കണം. അപ്പോൾ അമ്മൂട്ടിനെ പോയി എടുത്തിട്ട് വേണം അകത്തുനിന്ന്. ഇത് ഞാൻ യൂസ് ചെയ്ത സ്പോഞ്ചാണ്, കണ്ടില്ലേ, ഫ്രഷ് പോലെയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളിത് യൂസ് ചെയ്തിട്ട് ഉണക്കി എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നനച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ അഴുക്ക് മൊത്തം പൂട്ടാം. വളരെ നല്ലൊരു സാധനമാണ്. വാങ്ങിച്ചു വെച്ചോ, എന്തായാലും വാങ്ങിച്ചോട്ടെ. നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങിച്ചേക്കേണ്ട ഒരു കാര്യമെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഞാൻ വാങ്ങിയത് ഇതേപോലത്തെ കുറച്ച് ഹുക്സ് ആണ് കേട്ടോ. ഇത് പക്ഷെ വലിയ കാര്യമില്ല കേട്ടോ, അടർന്നു പോരുന്നുണ്ട്. അപ്പൊ ഞാൻ ബാത്റൂമില് നമ്മുടെ പൈപ്പൊക്കെ ഒന്ന് പൈപ്പ് ക്ലീൻ ചെയ്യണ പൈപ്പൊക്കെ ഒന്ന് ഇട്ടേക്കാന്ന് വിചാരിച്ചു. പൈപ്പല്ല, എന്താ പറയാ, ബ്രഷ്. അത് കുറച്ച് ദിവസം നിന്നു, പിന്നെ അത് അടർന്ന് വീണു കേട്ടോ. അപ്പൊ അതുകൊണ്ട് വലിയ യൂസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ചെറിയ ചെറിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാല് നമുക്കിത് ഉപയോഗിക്കാം. അല്ലാണ്ട് ഇത്തിരി വെയിറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആള് നിലത്തേക്കത്തൊട്ടാ. പിന്നെ നനവുള്ള സ്ഥലങ്ങൾ ഒട്ടൂല. നനവില്ലാണ്ട് അത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഒട്ടിച്ചാലാണ് അത് ഒട്ടുള്ളൂ. നനവ് എന്തെങ്കിലും ചെറിയ രീതിയിൽ നനവുണ്ടെങ്കിൽ അത് ഒട്ടൂല കേട്ടാ. സ്ഥലങ്ങളാണ് കേട്ടാ. ഇത് നമ്മുടെ സെറാമിക്കിന്റെ പോട്ട്സ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് നല്ല ഫിനിഷിങ്ങും ഉണ്ട്, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇത് രണ്ടും നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതൊക്കെ നല്ല ഇഷ്ടമായി. ഇത് ഞാനങ്ങനെ ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിയതൊന്നല്ല കേട്ടാ. ഞാൻ കുറച്ച് ദിവസമായി ഇത് വന്നിരിക്കുന്നു. ഞാനിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇത് പൊട്ടിക്കണമല്ലോ. അപ്പൊ ഞാൻ വെറുതെ ഒരു ക്യാപ്ഷൻ ഇട്ടതാണ് കേട്ടോ. അങ്ങനെ അല്ലാണ്ട് ഇന്നത് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടതൊന്നും വാങ്ങിച്ചതൊന്നല്ല. കുറച്ച് ദിവസമായിട്ട് വന്നിരിക്കുന്നതാണ്. പൊട്ടിക്കരുത് ഇന്നാന്ന് മാത്രം. അപ്പം എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി കാണൂല്ലേ. പിറന്നാളിന് അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. ഞാനിപ്പോൾ ഈ ഡ്രാഫ്റ്റ് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആ സംഭവം കിട്ടിയത്. ഇത് ഞങ്ങൾ ചേട്ടനുള്ളപ്പോൾ ഒരു ദിവസം വടക്കുന്നാഥൻ്റെ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരമാണ് പോയത്. വെറുതെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. വാടാനപ്പള്ളി ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്. അവസാനം നമ്മുടെ വടക്കുന്നാഥൻ്റെ മുന്നിലാണ് കേട്ടോ പോയി നിന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1 കൊല്ലം ആയിട്ടാണ്. കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്, അതായത് ഈ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അല്ല, കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് ഏട്ടന് എനിക്ക് ഈ ഫോൺ ഗിഫ്റ്റ് ചെയ്തത്. നമ്മുടെ ഫോണ് സാംസങ് S23 അൾട്രയാണ് കേട്ടോ. ആ ഫോൺ ഇറങ്ങിയിരിക്കുന്ന ഒരു സീസണിലാണ് നമ്മൾ ഈ ഒരു ഫോൺ എടുക്കുന്നത്. പക്ഷേ ഇന്ന് ഈ ഒരു എന്താ പറയുക, വടക്കുന്നാഥൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടാണ് എനിക്ക് എൻ്റെ ഫോണിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഒന്നും മനസ്സിലായിട്ടത്. അത് മുഴുവനായിട്ടൊന്നല്ല, കുറച്ച് കാര്യങ്ങൾ, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ചേട്ടനാണ് എനിക്ക് ആ ഒരു ഫോണിൽ എങ്ങനെയാണ് നൈറ്റ് മോഡിൽ വീഡിയോ എടുക്കുക എന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗൾഫിൽ, അതായത് ഇപ്രാവശ്യം ഗൾഫിൽ പോയിരിക്കുമ്പോൾ നമ്മളൊരു ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നില്ല, ഒരു ക്രൂയിസ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ രാത്രി വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നതൊക്കെ ഉണ്ടായിരുന്നില്ല. എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. കാരണം തീരെ ക്ലാരിറ്റി ഇല്ലാത്ത പോലെയൊക്കെ ഫീൽ ചെയ്തു. അന്ന് എനിക്ക് തോന്നി ഐഫോൺ എടുത്താൽ മതിയായിരുന്നു, വെറുതെ S23 എടുത്തു. പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയാത്തതിൻ്റെ അന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി കേട്ടോ. തൃശ്ശൂരുകാരായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗുരുവായൂരപ്പനും വടക്കുന്നാഥൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം അല്ലേ, വേറെ എവിടെയുള്ളത്? വെല്ലുവിളിക്കാല്ലേ വേണമെന്ന് വെച്ചാൽ, ഒരു സാധാരണ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു റൗണ്ടിൻ്റെ നടുക്കിലായിട്ട് ഒരു അമ്പലം ഇങ്ങനെ തല ഉയർത്തി നിൽക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. മതി, പക്ഷേ അത് കണ്ടിട്ടില്ലല്ലോ, എനിക്കറിയില്ലല്ലോ, സോറി. എങ്ങനെയാണ് പ്രോ മോഡിൽ വീഡിയോ എടുക്കാമെന്ന് ചേട്ടൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും വലിയ മന്ദബുദ്ധിയായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എന്നെ അറിയാവുന്ന പലർക്കും അറിയാം ഞാനൊരു മന്ദബുദ്ധിയാണെന്നുള്ള കാര്യം. പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്യണ ചില നിമിഷങ്ങളുണ്ടല്ലോ, ഇതിനു മുന്നും പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നൊന്നല്ല പറയണത്. എന്നാലും 1 വർഷം ഫോൺ കൈ കൊണ്ട് നടന്നിട്ടേ അതെങ്ങനെ ഉപയോഗിക്കുക എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത് ശരിക്കും ശോചനീയ വേണ്ട, വാക്ക് കിട്ടുന്നില്ല, ആ ഒരു അവസ്ഥയാണ് കേട്ടോ.
ചുന്ദരിമണിയെ അച്ഛനെ വിളിച്ചാ വന്നത്. തമ്പാന തൊയ്തേ ആ കാര്യം ഞാനൊരു തൃശ്ശൂരുകാരിയാണെങ്കിലും ഞാൻ വടക്കുന്നാഥൻ അമ്പലം കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 വർഷമായിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് ടിക്ടോക്കിൽ ഒരു 5-6 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊന്നുമില്ല. അതിലിപ്പോൾ പ്രഭി മാത്രമാണ് ഒരു ബാക്കി നിൽക്കുന്നത്. പ്രഭി ഉണ്ട്, ലച്ചു ഉണ്ട്, അല്ലാണ്ട് ബാക്കി ആരായിട്ട് അങ്ങനെ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടൊന്ന് സംഗമിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. വീഡിയോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സംഗമിച്ചിരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വടക്കുന്നാഥൻ അമ്പലത്തിൻ്റെ ഈ ഒരു ചുറ്റുപാടെന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു, അതോ ഞാൻ ഏട്ടൻ്റെ ഒപ്പമാണോ എന്നറിയില്ല, ഞങ്ങൾ ആദ്യമായിട്ട് വടക്കുന്നാഥനിലേക്ക് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഏട്ടനോ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ വടക്കുന്നാഥനിലേക്ക് പോയിട്ടുണ്ടായിരിക്കുക. അതിന് മുന്നേ ഏട്ടനും പോയി കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു അടുത്ത കാലഘട്ടത്തൊക്കെ ആയിട്ടാണ്, ഈ ഒരു 5-6 കൊല്ലത്തിൻ്റെ ഉള്ളിൽ എപ്പോഴുമാണ് നമ്മൾ വടക്കുന്നാഥനിലേക്ക് ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്ത് തള്ളവൾ നേരത്തെ തള്ളിയത്, വടക്കുന്നാഥൻ ഭയങ്കര സ്വകാര്യ അഹങ്കാരമാണെന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് അവളത് കണ്ടിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കുമല്ലേ. നമ്മുടെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ സ്കൂളിൽ നിന്ന് ടൂറ് പോവുക, അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് വെറുതെ വിടുക, ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒന്ന് കറങ്ങാൻ പോവുക, അങ്ങനത്തെ ഒരു ഫ്രീഡം ഇല്ലാത്തൊരു ലൈഫിൽ നിന്നാണ് ഞാൻ എന്താ പറയുക ഇപ്പോൾ കുറച്ച് ഫ്രീഡവും കാര്യങ്ങളൊക്കെ കിട്ടി എൻ്റെ ഒരു ജീവിതം ലൈഫ് ഒന്ന് ആസ്വദിച്ച് തുടങ്ങിയിട്ടുള്ളത്. ഈവൻ ഞാൻ പഠിച്ചിരുന്നത് പോലും തൃശ്ശൂരായിരുന്നു കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒപ്റ്റോമെട്രിയുടെ കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോലും ഞാൻ ഈ വടക്കുന്നാഥൻ അമ്പലം കാണേ, അല്ലെങ്കിൽ തൃശ്ശൂർ ടൗൺ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ നമ്മുടെ വീടിൻ്റെ മുന്നിലത്തെ സ്റ്റോപ്പിൽ നിന്ന് കയറണു, ഞാൻ എൻ്റെ പഠിക്കുന്ന സ്ഥലത്തിൻ്റെ മുന്നിൽ പോയി ഇറങ്ങണു, തിരിച്ച് ഞാൻ ശക്തനിലേക്ക് പോകുന്നു, ശക്തനിൽ നിന്ന് തിരിച്ച് വീടിൻ്റെ മുന്നിൽ ഇറങ്ങണു, അങ്ങനെയായിരുന്നു കേട്ടോ. അല്ലാണ്ട് നമ്മൾ പുറത്തേക്ക് വേറെ ഒന്നിനും ഒരു കാര്യത്തിനും പോയിട്ടൊന്നുമില്ല. ആകെ ഒപ്റ്റോമെട്രിക്ക് പഠിക്കുന്ന സമയത്താണ് നമ്മൾ കുറച്ച് പേര് 2-3-4 ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് അവിടെ എന്തോ ഒരു കുടുംബശ്രീയുടെ മേളയും കൂടെ വന്നപ്പോൾ അതൊന്ന് പോയി കണ്ടിട്ടുണ്ടായിരുന്നത്. അത്രയും തന്നെയുള്ളൂ. അല്ലാണ്ട് നമ്മൾ വേറെ ഒരു സംഭവം കാണാനോ പിടിക്കാനോ ഒന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെയും ഞാൻ കണ്ടിട്ടുള്ളത് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മളിതുപോലെ ശനി ഞായറല്ല, ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വന്നിട്ട് നമ്മൾ പാലസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് ഈ ഒരു ശക്തനെ കുറിച്ചിട്ടോ ശക്തൻ സ്റ്റാൻഡൊക്കെ ഞാൻ കണ്ടു തുടങ്ങിയത് ഡിഗ്രി സമയത്താണ്. അല്ലാതെ നമ്മൾ കണ്ടിട്ട് തന്നെയില്ല കേട്ടോ. അയ്യോ എന്തൊരു സിന്ധിരി, അയ്യോ എന്തൊരു സന്തോഷം, അയ്യോ ഇത്ര സന്തോഷത്തിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഗുരുവായൂരപ്പ. അങ്ങനെ നമ്മൾ ഭാരതിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഇതിന് മുന്നേ, എനിക്ക് വെജ് ഫുഡിനോട് ഭയങ്കര താല്പര്യം കൂടുതലാണ് കേട്ടോ. എനിക്ക് നോണുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോവാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ടെങ്കിൽ കൂടിയിട്ട് വെജ് എന്ന് പറഞ്ഞൊരു സംഭവം തൊട്ടപ്പുറത്തുണ്ടെന്ന് വെച്ചാൽ ഞാൻ അതാണ് പ്രിഫർ ചെയ്യുള്ളൂ. എനിക്കതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. കാരണം മസാല ദോശ ഞാൻ കഴിക്കില്ല, നെയ്റോസ്റ്റ് കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഉഴുന്നുവട കഴിക്കുക, ചായ കുടിക്കുക. അവിടത്തേക്ക് ചായക്കൊക്കെ ഒരു പ്രത്യേക രുചി കൂടുതലായിരിക്കും. തൈര് സാദം കഴിക്കുക. നമ്മുടെ ഭാരതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് തൈര് സാദം. അതുപോലെ നമ്മുടെ അട കിട്ടും ഇവിടുത്തെ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. പക്ഷെ കാലത്ത് വരുന്നത്ര വൈകുന്നേരം ഒന്നുമില്ല. അങ്ങനെ ഒരു ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തൊക്കെ നമ്മൾ വേണമെങ്കിൽ വെയിറ്റ് ചെയ്തൊന്നുണ്ടാവും കേട്ടോ. അത്രയൊന്നുമില്ല, എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. കാരണം ഇവിടുത്തെ ഫുഡ് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാനുള്ളതുണ്ട്. ആ പൂരപ്പറമ്പ് പോലത്തെ അത്രയ്ക്കധികം ജനങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കല്യാണത്തിനൊക്കെ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് കസേരയുടെ ബാക്കിൽ പോയി സ്ഥാനം പിടിച്ചിരിക്കൂലേ, അതേപോലെ സ്ഥാനമൊക്കെ പിടിച്ച് നിന്നിട്ടാണ് നമുക്ക് ഈ ഒരു മേശ ഒഴിച്ച് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള
വന്നവരൊക്കെ എനിക്ക് തോന്നുന്നു അമ്മൂട്ടി ഒഴികെ ബാക്കി എല്ലാവരും മസാല ദോശയായിരുന്നു. അമ്മൂട്ടിക്ക് പിന്നെ ഞാനും അമ്മൂട്ടിയും ഒരേ ഗണത്തിൽ പെട്ടതാണ്. അമ്മൂട്ടി നെയ്റോസ്റ്റാണ് കഴിച്ചത്. പക്ഷെ ഞാൻ ഇന്ന് അമ്മൂട്ടീനെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഞാനും ചേട്ടനും കൂടിയിട്ട് നമ്മുടെ ഊത്തപ്പാണ് കേട്ടോ കഴിച്ചത്. ഒടുക്കത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയ്ക്ക് രുചിയാണ് കേട്ടോ. തൃശ്ശൂർക്ക് ആരെങ്കിലും വരുന്നുണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ തൃശ്ശൂരുള്ള ശ്രീമോൾ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു, തൃശ്ശൂരുള്ള ആരെങ്കിലും ഭാരതിൽ വന്നെന്ന് വരെ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഭാരതിലത്തെ ചായ അടിപൊളിയാണ്, ഭാരതിലത്തെ അട അടിപൊളിയാണ്, തൈര് സാധ അടിപൊളിയാണ്, ഊത്തപ്പം അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ എല്ലാ അതും അടിപൊളിയാണെന്ന് തോന്നുന്നു. കുഞ്ഞിപ്പെണ്ണ അപ്പോഴേക്ക് അലമ്പായിരുന്നു കേട്ടോ. ശ്രീമോൾക്ക് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ പോയി അച്ഛനും മോളും ഭാര്യയൊക്കെ കൂടിയിട്ട് പുറത്തേക്കൊക്കെ പോയി. പിന്നെ ആൾക്ക് അമ്മൂട്ടി കുറച്ച് ഫുഡൊക്കെ കൊടുത്തപ്പോൾ ആൾ ഓക്കെ കേട്ടോ. പിന്നെ വലിയ തിരക്കേടില്ലാണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് എണിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സാധനം നല്ലതാണെങ്കിലേ അതിന് നല്ലത് എന്ന് തന്നെ പറയണം. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ള പോലെ തന്നെയാണ് എല്ലാതും. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ നെഗറ്റീവും എപ്പോഴും നമ്മൾ പോസിറ്റീവും നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അവസാനം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 5 ഫ്ലേവർ ഉണ്ട് ഇതിൽ. ഈ 5ഉം കഴിക്കുക നമ്മൾ ഇവിടെ പാട് നമുക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഡയറ്റിലാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത്. ചേട്ടൻ നാട്ടിലുണ്ടാകുന്ന സമയത്താണ് കേട്ടോ. എൻ്റെ വീഡിയോയുടെ ഒരു കിടപ്പ് വശം നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം പഴക്കമുണ്ട് ഈ വക കാര്യങ്ങൾക്കൊക്കെയെന്ന്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. ഒരുപാട് വിശേഷങ്ങൾ കൂട്ടിയിണക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ വീണ്ടും റിക്വസ്റ്റ് ചെയ്ത് പറയാണ്. വീഡിയോ ആരെങ്കിലും ഊന്നി പറയാൻ തന്നെ പറയാം കേട്ടോ. ആരെങ്കിലും സബ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ പലരുടെയും കമൻറ്റ്സ് ഇപ്പോൾ കാണാനില്ല. അത് കാണാണ്ടാവുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. കാരണം നിങ്ങളെപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലല്ലേ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനല്ലേ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.